ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ എവറിത്തിങ് ഹോം മെയ്ഡ്. അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ ഒരു ജാർ വെച്ചിട്ട് ഒരു അടിപൊളി ഷോക്കേസിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് കൂടാതെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ വാട്ടർ ബോൾസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടണിൽ ഇപ്പോൾ വീഡിയോ വരും, കാണാത്തവർ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അപ്പോൾ അതാ ഇനി വേണ്ടത് നിങ്ങളുടെ കയ്യിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു ഡോളിനെയും ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു ഫ്ലവറിനെയാണ്. നമുക്ക് ഏതാ മാച്ച് ആവുന്നതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ കുറേ പിങ്ക് ബോൾസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കാൻ പോകുന്ന ആ ഡോളിൻ്റെ കളറ് പിങ്ക് ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് ഞാൻ പിങ്ക് വാട്ടർ ബോൾസ് എടുത്തത്. നിങ്ങളുടെ ഐറ്റം എന്താണോ അതിനെ മാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിനെ ക്രഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ സിറഞ്ച് അവൈലബിൾ ആണ്. അപ്പോൾ ആ സിറഞ്ചിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൈ വെച്ച് ക്രഷ് ചെയ്താലും കിട്ടും. അപ്പോൾ നമ്മളിത് ക്രഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ജാറിൻ്റെ അകത്ത് ഒരു ലെയർ നമ്മൾ ഫോം ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്, ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഈ ജാറിൻ്റെ ഒരു ഹാഫ് അല്ല, ഒരു 1/4 ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഈവൻ ആക്കി കൊടുക്കണം. ഞാനൊരു ചെറിയൊരു കോല എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ഈവനാക്കി ഒന്ന് എയർ ഒന്നും കയറാത്ത രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്ത് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് കുത്തി ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ പിങ്ക് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈറ്റ് വാട്ടർ ബോൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് വൈറ്റ് വാട്ടർ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി, ക്രഷ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്കിത് ഒരു മുക്കാലല്ല പകുതി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാതെ ഒരു ചെറിയ പോർഷൻ വിട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് വൈറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. അങ്ങനെതാ നമ്മൾ വൈറ്റ് ബോൾസും ഞാൻ പറഞ്ഞത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോളിനെ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുക. അതായത് നമ്മളെങ്ങനെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഫേസ് ചെയ്ത് തന്നെ വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് വിസിബിളായിട്ടിരിക്കുകയുള്ളൂ. ഇതായപ്പോൾ നമുക്ക് കാണാൻ നല്ല വിസിബിളായിട്ട് വരുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഡോൾ വിസിബിളായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പിങ്ക് ക്രഷ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ബാക്കിൽ വെച്ചിരുന്നു. അപ്പോൾ ടോപ്പ് ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഒരു പിങ്ക് ഷെയ്ഡ് മുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്പ് വെച്ചിട്ട് ഇതിനെ അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ജാർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഗ്രീൻ ഷെയ്ഡ് വന്നത് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാനത് മാറ്റാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ആ ക്യാപ്പിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്പിൻ്റെ സൈസിൽ 2 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സൈഡും ടോപ്പ് പോർഷനും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
ഈ ടേപ്പ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ പോയി എടുക്കുക, വാങ്ങുക. നല്ല സംഭവമാണ്. നല്ല നമ്മൾ നോർമലി വാങ്ങുന്ന ഡബിൾ സൈഡ് ടേപ്പ് തിക്കായിട്ടുള്ളതാണ്. ഇതിന് അങ്ങനെ ഒരു തിക്നെസ് ഒന്നുമില്ല. ഇതുപോലെയാണ് വരിക. ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് ടേപ്പ് എടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഈ കാണുന്ന പോലെ ഫോം ഷീറ്റിനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അത് ഫില്ല് വേണ്ടി ഒരു തിന്നായിട്ടുള്ള ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റൽ ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഇനിയും ക്രിയേറ്റീവായിട്ട് ബെറ്റർ വേർഷൻസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ തല തിരിച്ച് ഇതുപോലെ വെച്ചിട്ടുള്ള രീതിയിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിരുന്നതുവരേക്കും ബൈ.